പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ഒരാഴ്ച വൈകി എന്നും പറഞ്ഞ് വലിയ ബഹളമാണ് ചിലരുണ്ടാക്കിയത്. പക്ഷേ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ തരത്തിലുള്ള നിയമ നടപടികളും പാലിച്ചുകൊണ്ട് തന്നെ ഒളിച്ചിരുന്ന പ്രതിയെ ഏപ്രിൽ മാസത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് കേരള പോലീസിന് സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. ആദ്യം പ്രതിക്കെതിരായിട്ടുള്ള കുറ്റകൃത്യം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് എഴുതി ആദ്യത്തെ റിപ്പോർട്ട് കൊടുത്തത്. ആദ്യത്തെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ പ്രതിക്ക് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി. പക്ഷേ അപ്പം തന്നെ കേരള പോലീസ് പറഞ്ഞു പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചാർജ് ചെയ്യുകയാണ്, അതിൻ്റെ നടപടിക്രമമുണ്ട്, അത് ചാർജ് ചെയ്ത് കൊടുത്താൽ പ്രതിക്കെതിരെ ശക്തമായിട്ടുള്ള അന്വേഷണം തന്നെ നടത്താൻ സാധിക്കുമെന്ന് പറഞ്ഞ വാക്ക് കേരള പോലീസ് പാലിക്കുകയും പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് പ്രതിക്കെതിരായിട്ടുള്ള കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് കോടതിയിൽ ഈ കേസ് ഏറ്റവും ശക്തമായ ശിക്ഷ ലഭ്യമാകുന്ന രീതിയിൽ എത്തിച്ചേർന്നത്. കോടതി മുമ്പാകെ തെളിവുകളാണല്ലോ പ്രധാനം. ഈ കേസിൽ പോലീസിനെ അഭിനന്ദിക്കുന്നതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് കേസ് കൈകാര്യം ചെയ്തിട്ടുള്ള ഗവൺമെൻറ് അഡ്വക്കേറ്റുമാരെയാണ്. പി ശശീന്ദ്രൻ വക്കീലായിരുന്നു തുടക്കത്തിൽ. അദ്ദേഹം നല്ല രീതിയിൽ ഈ കേസ് ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടി ഇടപെട്ടു. പിന്നീട് അഡ്വക്കേറ്റ് അജിത്തും അഡ്വക്കേറ്റ് ഭാസുരിയാണ് വിവിധ ഘട്ടങ്ങളിൽ ഈ കേസിനു വേണ്ടി ഹാജരായത്. ഒരു വനിതാ അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ സമർത്ഥമായിട്ട് കേസ് പഠിച്ച് വാദിക്കുന്നതിന് ഭാസുരിയും അതുപോലെ തന്നെ അജിത്തും ഒക്കെ തയ്യാറായതിൻ്റെ ഫലമായിട്ടാണ് കോടതിയിൽ നിന്ന് ഏറ്റവും ഉചിതമായിട്ടുള്ള വിധി ഉണ്ടായത്. എന്തൊക്കെ അപവാദ കഥകളാണ് ഞങ്ങൾക്കൊക്കെ എതിരെ പ്രചരിപ്പിച്ചത്. അവർ ഫേസ്ബുക്കിലൊക്കെ ഇപ്പോഴും കമൻറ്റ് യാതൊരു ലജ്ജയുമില്ലാതെ ഇപ്പോഴും ഞങ്ങൾക്കെതിരെ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ കമൻ്റ് ഇടുന്നത് ചുരുക്കം ചില ആളുകളാണ്, വളരെ വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ള ചിലർ. പാലത്തായി പീഡനക്കേസിൽ BJP നേതാവ് കെ പത്മരാജന് മരണം വരെ തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് തലശ്ശേരി കോടതി. പോക്സോ കേസിൽ 40 വർഷം തടവുമുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ പ്രതികരിക്കുകയായിരുന്നു KK ശൈലജ. 2 ലക്ഷം രൂപ പിഴയടയ്ക്കണം എന്നുള്ള ഇതുകൂടി ശിക്ഷാവിധിയിലുണ്ട്. 4ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസാണ്. അതിലാണ് തലശ്ശേരി പോക്സോ സ്പെഷ്യൽ കോടതി ഇന്ന് ശിക്ഷ വിധിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.